നമസ്കാരം. സർവത്ര നിറഞ്ഞു നിൽക്കുന്ന, ചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ബോധത്തെ നമ്മൾക്ക് എങ്ങനെയാണ് ഭഗവത്ഗീത വ്യക്തമാക്കി തരുന്നത് നോക്കാം. 15-ാമത്തെ അധ്യായം പുരുഷോത്തമ യോഗത്തിൽ 6-ാമത്തെ ശ്ലോകം ഒന്ന് നോക്കാം. നതദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. എന്ത് മനോഹരമായാണ് വർണ്ണിച്ചിരിക്കുന്നത് നോക്കി. അതായത് നമ്മൾ ഈ ബ്രഹ്മത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. നിശ്ചലമായ ബ്രഹ്മം അല്ലെങ്കിൽ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ബോധത്തിൽ നമ്മൾ മുങ്ങിക്കിടക്കുകയാണ്. അത് നമുക്ക് കാണാൻ കഴിയില്ല, അഗ്രാഹ്യമാണ്. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചോ മനസ്സുപയോഗിച്ചോ ഒന്നും അത് കണ്ടെത്താൻ സാധിക്കില്ല. കാരണം എന്താണ്? നതദ്ഭാസയതേ സൂര്യോ, സൂര്യനെ അതിൽ പ്രകാശിപ്പിക്കാൻ പറ്റൂല. കാരണം സൂര്യനെ തന്നെ പ്രകാശിപ്പിക്കുന്നത് അതാണ്. സൂര്യൻ ഉൾപ്പെടെ അതിൽ മുങ്ങിക്കിടക്കുവാണ്. നതദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ, പിന്നെ എങ്ങനെയാണ് ചന്ദ്രനെ പ്രകാശിപ്പിക്കാൻ സാധിക്കുക? അല്ലെ, സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശം ഉപയോഗിച്ചാണ് ചന്ദ്രൻ പ്രകാശിപ്പിക്കുന്നത്. അതിന് പിന്നെ തീരെ സാധ്യമല്ല. ന തദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ. ഇനി തീ കത്തിച്ചിട്ട് പ്രകാശിപ്പിക്കാൻ വെച്ചാൽ ആ തീയും കൂടി അത് തന്നെയാണ്. തീയുടെ ഉള്ളിലും പുറത്തും അതാണ്. പിന്നെ അതുകൊണ്ട് എങ്ങനെയാണ് കത്തിക്കാൻ കഴിയുക? നമ്മൾ തീ കത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ നശിച്ചു പോകുന്നുണ്ടോ? അത് നശിക്കാൻ കഴിയില്ല. നിശ്ചലബോധം അവിടെ തന്നെ നിൽക്കും. ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. അതാണ് പരമമായ ധാമം. അതാണ് അവിടെ എത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതായത് നമ്മുടെ ബോധം, ആ ബോധത്തിൽ പോയി ചേരുക എന്നതാണ് ജീവിത ലക്ഷ്യം. അതിന് തടസ്സം എന്താണ്? മറയായി നിൽക്കുന്നത് നമ്മുടെ മനസ്സാണ്. മനസ്സിനെ നിശ്ചലമാക്കിയാൽ അതായി മാറി. അതാണ്, മനസ്സിലൊരു ചിന്തയുമില്ല. മനസ്സിലൊരു ചിന്തയുമില്ലാത്തതാണ് മുക്തി. അതുകൊണ്ട് തന്നെ മരിക്കുന്ന ഒരാളോട് എന്താണ് അവസാനത്തെ ആഗ്രഹം എന്ന് വെച്ചാൽ ഒന്നുമില്ല, അല്ലെ, ഭഗവാനെ എനിക്ക് സാക്ഷാത്കരിച്ചു, അങ്ങനെ മനസ്സിലൊന്നും ഇല്ലാത്ത ആൾ. അവർക്ക് പിന്നെ ഈ ബോധം, നമ്മുടെ ഉള്ളിലുള്ള ബോധം ഈ പരമാത്മാവിൽ പോയി വിലയിക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെ. അതാണ് നമ്മുടെ ബോധം, പ്രപഞ്ചബോധം അല്ലെങ്കിൽ പരബ്രഹ്മത്തിൽ അല്ലെങ്കിൽ പരമാത്മാവത്തിൽ പോയി ലയിക്കുക. എന്ത് മനോഹരമായിട്ടാണ് ആ പദ്യം നമ്മൾക്ക് ഗ്രാഹ്യമല്ലാത്തതാണ്. അതിൻ്റെ കാരണം വളരെ വ്യക്തമാക്കി തരുന്നു. അത് ആവർത്തിച്ച് കേട്ടാൽ നമ്മൾക്കത് വ്യക്തമായി മനസ്സിലാവും. പുരുഷോത്തമ യോഗം അധ്യായം 15. താങ്ക് യു.